കൂട്ടുകാരെ, ഞാനും അമ്മയും കൂടി ഇന്നലെ അമ്മയുടെ കുടുംബക്ഷേത്രം വരെ പോയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛൻ ജ്യോതിഷം പറയുന്ന ശ്രീ ഗുരുജീവധാര എന്ന് പറയുന്ന കാവുങ്ക് തറമൂടുള്ള ജ്യോതിഷാലയത്തിൽ വന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛനവിടെ തൂത്തുണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് അച്ഛൻ ജ്യോതിഷം പറയുന്നതിനായിട്ട് ഇപ്പോൾ 26 വർഷമായി. അപ്പോൾ ഇവിടെ ഇരുന്നാണ് അച്ഛൻ ജ്യോതിഷം പറയുന്നത്. ഇപ്പുറത്തിരുന്നും പറയാറുണ്ട്, കസേര ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് പുറകിലത്തെ മുറിയിരുന്നും ചിലപ്പോൾ പറയും. ചൂടൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ പുറകിലത്തെ മുറിയിലിരുന്നും പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ വന്നു. അവിടെ വന്നപ്പോൾ ഒരുപാട് കാറും വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അപ്പത്താലം നടത്താൻ വേണ്ടി വന്നതാണ്. ഞങ്ങളും അപ്പത്താലം നടത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു അപ്പത്താലത്തിന് 1100 രൂപയാണ്. ഞങ്ങൾ 2 എണ്ണം നടത്തി. 1200 രൂപ വെച്ച് ആകുമ്പം 2200 രൂപയായി. അപ്പം അവിടെ വന്ന് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. വ്ളോഗായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെ അപ്പുറത്ത് കാണുന്ന അവിടെയാണ് ചീട്ട് എഴുതിപ്പിക്കുന്ന സ്ഥലത്ത്. ആ കാണുന്നതാണ് അമ്പലം കേട്ടോ. ഇത് ഈ നിരത്തി വെച്ചിരിക്കുന്നതാണ് അപ്പത്താലം. ഓരോ താലത്തിൻ്റെയും പുറത്ത് ആളുടെ പേരും സ്ഥലവും അല്ലെങ്കിൽ നാളുമായിരിക്കും എഴുതി ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുന്ന ആ പച്ച കളറിലെ ആ ഒരു ഇലയുടെ പുറത്ത് കണ്ടത്. ഇങ്ങനെ ഓരോരുത്തരുടെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ താലാണ്, അർജിത് എന്നെഴുതിയിരിക്കുന്നത്. ഇപ്പുറത്തുള്ള അച്ഛൻ്റെ താലാണ്. നമ്മളെന്നിട്ട് ഇവർ പറയുന്ന സമയത്ത് ഇതിങ്ങനെ പൊക്കുകയും താത്തുകയും ചെയ്യണം 3 പ്രാവശ്യം. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം എൻ്റെ പേരിലുള്ള അപ്പത്താലം പൊക്കിയത് ഞാനാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അച്ഛൻ്റെ പേരിലുള്ളത് പൊക്കിയത് അമ്മയായിരുന്നു. അപ്പോൾ ഇത് അച്ഛൻ്റെ എൻ്റെയും പേരിൽ നടത്തിയത് ഇത് അമ്മയാണ് നടത്തിയത് കേട്ടോ അപ്പത്താലം. അപ്പം ശാന്തിമാർ വന്നിട്ട് നമുക്ക് കുറച്ച് പുഷ്പം പൂവൊക്കെ തരും. അതെല്ലാം നമ്മൾ ഇത് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറത്തൊക്കെ ഇടിയൊക്കെ വേണം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിതിങ്ങനെ പൊക്കി കാണിക്കുന്നത്. പൊക്കിയും താത്തുകയും ചെയ്യണം. അപ്പോൾ ഒത്തിരി പേര് ഇത് നടത്താൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പേര് പേരെഴുതിച്ച് ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ നിന്നായിരുന്നു. കാരണം 11:30 ആയപ്പോഴാണ് ഈ ചടങ്ങ് തുടങ്ങിയത്, ഈ പരിപാടി തുടങ്ങിയത്. അപ്പോൾ അതുവരെ അവിടെ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇത് നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് നിൽക്കുന്നതാണ് അമ്മ കേട്ടോ, എൻ്റെ അമ്മ. ഇത് നമ്മൾ നടത്തി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കണം. പിന്നെ വന്നിട്ട് ഞങ്ങൾ സദ്യ കഴിച്ച് അവിടുന്ന് പായസം കുടിച്ച്. ഞാൻ പായസം കുടിച്ചപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അമ്പലത്തിൽ അന്നദാനം ഉണ്ടാകും. അവിടുത്തെ ഭക്ഷണത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് കഴിച്ച് ഞാനിപ്പോൾ ഇവിടുന്ന് 3-4 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കഴിച്ചത് കേട്ടോ. സാധാരണ ഞാനങ്ങനെ പുറത്തോട്ടൊന്നും പോയാൽ അങ്ങനെ വേറെ എവിടെ നിന്നും കഴിക്കത്തില്ല. ഈ അമ്പലത്തിൽ നിന്ന് ഞാൻ 1 പ്രാവശ്യം കഴിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 4-ാമത്തെ പ്രാവശ്യമാണ്. ഇരിക്കുന്നതാണ് ബൈക്ക് എൻ്റെ. ഈ ബൈക്കിലാണ് ഞങ്ങൾ വന്നത്. അമ്മയും ഞാനും കൂടെ ഈ വണ്ടിയല്ല വന്നത്. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് വന്നു. അമ്മയുടെ വീട്ടിൽ വന്നപ്പം ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പുറം വഴിയാണ് ഞങ്ങൾ വന്നത്. ഇപ്പം അമ്മയുടെ വീട്ടിൽ താമസിക്കുന്ന അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണ്. അനിയത്തിയൊക്കെ മരിച്ചുപോയി. അതുപോലെ അമ്മയുടെ ആങ്ങള എന്ന് പറയുന്നത് എൻ്റെ അമ്മാവൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ചിറ്റമാർ അവരെല്ലാവരും മരിച്ചുപോയി. അപ്പോൾ ഈ വീട്ടിലിനി ആകപ്പാടെ ഉള്ളതെന്ന് പറയുന്നത് അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവും അതുപോലെ അവരുടെ മകളുമാണ്. മകളിപ്പോൾ എറണാകുളത്ത് ജോലിയാണ്, ടാറ്റ കൺസൾട്ടൻസിയിൽ. അതുകൊണ്ട് അവിടെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വീട്ടിലാരും കാണത്തില്ല. അതുകൊണ്ട് വീടെപ്പോഴും ഗേറ്റൊക്കെ എപ്പോഴും പൂട്ടിയിടത്തുള്ളൂ. ഇത് അമ്മ എല്ലാ വീടുകളിലേക്കും കൊടുക്കാൻ വേണ്ടി, നമ്മുടെ അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പത്താലം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പൊതിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോയിൽ കണ്ടത് അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഈ മുറിയിൽ അമ്മയുടെ എൻ്റെ അമ്മാവൻ കിടക്കുന്ന മുറിയായിരുന്നു. അമ്മാവൻ മരിച്ചു പോയപ്പോൾ തൊട്ട് ഇപ്പം ആ മുറി കിടക്കുന്ന അപ്പൂപ്പനായിരുന്നു. അപ്പൂപ്പനും മരിച്ചുപോയി. ഈ മുറി മണിച്ചിത്ര താഴൊക്കെ വെച്ചിട്ടുള്ള ഒരു പണ്ടത്തെ ഇതിലുള്ള വീടാണ് കേട്ടോ. പഴയ കാലത്തെ വീടാണ്. ഈ വീടിന് ഇപ്പോൾ ഒരു
90 വയസ്സ് അത്ര 100 വയസ്സിനടുത്ത് പ്രായമുണ്ട്. മാങ്ങ കണ്ട കൂട്ടുകാരെ, അത് ഈ കാണുന്ന കിളിച്ചുണ്ടൻ മാങ്ങ പോലൊരു മാങ്ങയാണ് കേട്ടോ. കിളിച്ചുണ്ടൻ മാങ്ങ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അതൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ ഇല്ല. ഈ മാങ്ങ വലിയ മാങ്ങയാണ്, നല്ല സ്വാദുള്ള മാങ്ങയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്, വലിയ മാങ്ങയാണത്. അതുപോലെ ഒരുപാട് മാങ്ങ ഉണ്ടായി ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ അവിടെ കുറേ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഈ നിൽക്കുന്ന മാങ്ങയിലെല്ലാം കായുണ്ട് കേട്ടോ, മാങ്ങ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറിച്ചൊന്നുമില്ല, എല്ലാം പച്ചയായതുകൊണ്ട് പറിച്ചെടുത്തുകൊണ്ട് പോകുന്നൊന്നുമില്ല. പിന്നെ ഇത് കിണറാണ് കേട്ടോ. ഈ കിണർ കാണുമ്പോൾ എനിക്ക് അമ്പലത്തിൽ ഇതുപോലെയൊക്കെ തോന്നും. അമ്പലത്തിൽ നമ്മുടെ സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്നത്, അതുപോലെയൊക്കെ തോന്നും. ഈ കിണർ ഇപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടാണ് നല്ല പുതിയ പോലെ ഇരിക്കുന്നത്, വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതായി ചവിട്ടിയിട്ടാണ് നമ്മൾ മേളിലേക്ക് കയറേണ്ടത് കേട്ടോ. ഇത് എല്ലാം കൂടെ വീഡിയോ ആയിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയതും എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വ്ളോഗ് പോലെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. ഞാൻ കുറച്ചൊക്കെ എടുത്തുള്ളായിരുന്നു, അതുകൊണ്ട് ഇത്രയൊക്കെ വീഡിയോയിലുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതും വരുന്നതും ആ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ, അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.